ഹേയ്, അസ്സലാമു അലൈക്കും. നമ്മൾ ഉറങ്ങാൻ വേണ്ടി കട്ടിലയിൽ കിടക്കുമ്പോൾ ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി വരും. ഇനി അതല്ലെങ്കിൽ നമ്മൾ നിരന്തരമായിട്ട് ആ ഒരു കാര്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ റിവൈൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരുപാട് പ്രാവശ്യം നമ്മൾ ആ ഒരു ഒറ്റ കാര്യം തന്നെ നമ്മുടെ മനസ്സിൽ ആലോചിച്ച് തളർന്നു പോയിട്ടുണ്ടാവും. ഇങ്ങനെ ഓരോ തവണ നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സ് ഒരുപാട് ഭാരമുള്ളതായി മാറും. ഇതാണ് ബേസിക്കലി ഒരു ഓവർ തിങ്കിങ് എന്നൊരു കാര്യം നമ്മളുടെ മനസ്സിനോട് ചെയ്യുന്നത്. നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു കാര്യം തന്നെ ഒരുപാട് പ്രാവശ്യം കയറി വന്ന് അങ്ങനെ ഒരുപാട് പ്രാവശ്യം നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മുടെ മനസ്സമാധാനം നമുക്ക് നഷ്ടപ്പെടുന്നവരെ ആ കാര്യം നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കും. സോ ഇന്ന് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മനസ്സിൽ കുടുങ്ങി കിടക്കുന്ന ചിന്തകളെ എങ്ങനെ നമുക്ക് മാറ്റാം എന്നുള്ളതിനെ കുറിച്ചാണ്. നമ്മൾ ഓവർ തിങ്ക് ചെയ്യാന്ന് പറയുമ്പോൾ അത് ജസ്റ്റ് നമ്മൾ ഒരുപാട് തവണ ചിന്തിക്കുക എന്നുള്ളതുകൊണ്ട് മാത്രമല്ല, നമ്മൾ മുൻകാലത്ത് ചെയ്തു പോയ മിസ്റ്റേക്കുകൾ അഥവാ തെറ്റുകൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ അതിനെക്കുറിച്ച് തന്നെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഫ്യൂച്ചർ അഥവാ ഭാവി വരുന്നതിന് മുമ്പേ തന്നെ അതിനെക്കുറിച്ചുള്ള ഭീതി, അതിനെക്കുറിച്ചുള്ള പേടി നമ്മളുടെ മനസ്സിലുണ്ടാകുമ്പോഴാണ് ഒരു പ്രശ്നവും സംഭവിക്കാതെ തന്നെ നമ്മൾ അതിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ. ഞാനീ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് ഇതെല്ലാം കാരണം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് എന്താണ്? നിങ്ങളുടെ സമാധാനം, നിങ്ങളുടെ ഉറക്കം, നിങ്ങളുടെ ഈമാന്. നിങ്ങൾ രാവിലെ എണീക്കും, പക്ഷേ അപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സ് ക്ഷീണിച്ചു പോയിട്ടുണ്ടാവും. മനസ്സിൽ ഒരുപാട് വേദനകൾ ഉണ്ടെങ്കിലും നിങ്ങൾ പുറമേ ചിരിക്കും. നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഈ ഒരു യുദ്ധത്തിനെ പറ്റി ഒരാൾക്കും അറിയില്ല, പക്ഷേ അള്ളാഹുവിനറിയാം. അള്ളാഹുവിനറിയാം നിങ്ങളുടെ മനസ്സിൽ ഓരോ തവണ വരുന്ന ആ ചിന്തകളെക്കുറിച്ച്. നിങ്ങളുടെ മനസ്സിൽ ആവർത്തിച്ച് വരുന്ന ആ ഒരു ചിന്തകളെ പറ്റി അള്ളാഹുവിനറിയാം. നമ്മൾ ഈ ഓവർ തിങ്കിങ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമ്മളത് അറിയാതെ ചെയ്തു പോകുന്നതായിരിക്കാം. പക്ഷേ ആ ഒരു ഓവർ തിങ്കിങ് കാരണം നമ്മൾ ഇപ്പോഴുള്ള ആ ഒരു പ്രസന്റ് സിറ്റുവേഷൻ, ഇപ്പോഴുള്ള ആ ഒരു നിമിഷത്തെ നമ്മൾക്ക് നഷ്ടപ്പെട്ടേക്കാം. നിങ്ങളുടെ ശരീരം ഇവിടെ തന്നെ ഉണ്ട്, പക്ഷേ നിങ്ങളുടെ മനസ്സ് ഒന്ന് സ്റ്റക്കായതുപോലെ തോന്നിയേക്കാം. ഒരുപാട് നിങ്ങൾ അകന്നു എന്ന് തോന്നിയേക്കാം. നിങ്ങൾക്ക് ഖുറാനിലോ നിസ്കാരത്തിലോ ഒന്നിലും നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു പോയിട്ടുണ്ടാവും. നിങ്ങൾ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് തവണ നമ്മൾ മൊബൈൽ ഫോൺ നോക്കിയിട്ടുണ്ടാവും, പക്ഷെ ഒരിക്കലും അതിലൂടെ നമുക്കൊരു കണക്ഷൻ അഥവാ ഒരു ബന്ധം നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾ നിങ്ങളോട് തന്നെ പറയും, ഞാൻ ഇതൊക്കെ നാളെ തൊട്ട് നിർത്താം, നാളെ തൊട്ട് ഞാൻ നന്നാവാം. പക്ഷെ ഒരിക്കലും ആ ഒരു നാളെ തിരിച്ചു വരില്ല. അതിന് കാരണം മറ്റൊന്നുമല്ല, നമ്മളുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ, ഒരുപാട് ആവശ്യമില്ലാത്ത ചിന്തകൾ നമ്മളുടെ മനസ്സിലേക്ക് വരുമ്പോൾ അത് സമാധാനത്തിനായി ആഗ്രഹിക്കും. നമ്മളുടെ സമാധാനം ഈ ചിന്തകൾ കാരണം നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് കാരണം തന്നെ നമ്മൾ പലതും ചെയ്യാൻ നോക്കും. ചിലപ്പോൾ നമ്മൾ ഒരുപാട് സമയം ഫോൺ കണ്ടുപോകും, അല്ലെങ്കിൽ നമ്മൾക്ക് മറ്റു കാര്യങ്ങളിലൊന്നും ശ്രദ്ധ കൈവരിക്കാൻ പറ്റാണ്ടിരിക്കുക. അങ്ങനെ പല കാര്യങ്ങളിലും നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോയേക്കാം. സോ ഏറ്റവും ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ ഒരു കാര്യം ഉണ്ടാവണം. ഏതൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും അത് അള്ളാഹുവിൻ്റെ അനുവാദത്തോടു കൂടെ സംഭവിച്ച കാര്യങ്ങളാണ്, നമുക്ക് നല്ലതിന് വേണ്ടി സംഭവിച്ച കാര്യങ്ങളാണ്, അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ആൻഡ് ഈ ചിന്തകളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരാൻ കാരണം നിങ്ങൾ മാത്രമല്ല, അത് ശൈത്താൻ്റെയും കുറച്ച് കളികളാണ്. ശൈത്താന് ഒരുപാട് ചിന്തിക്കുന്നവർ, അതായത് ഓവർ തിങ്ക് ചെയ്യുന്നവർ ഒരുപാട് ഇഷ്ടമാണ്. നമ്മൾ വിചാരിക്കാത്ത തരത്തിൽ ശൈത്താൻ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. അത് ജസ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു ചിന്തയാവാം. നമ്മളൊരു കാര്യം ചെയ്യാൻ പുറപ്പെടുക എന്ന് വിചാരിക്കുക, അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് വരാണ്. അതായത് ഞാൻ ഈ കാര്യം ചെയ്യാൻ പോയാൽ ഞാൻ അതിൽ തോറ്റാലോ, ഞാൻ ഫെയിൽ ആയാലോ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും മതിയായിട്ടില്ലെങ്കിലോ, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും. അങ്ങനെ പെട്ടെന്ന് നമ്മളെക്കുറിച്ച് തന്നെ ഒന്ന് ആലോചിക്കാൻ തുടങ്ങും. നമ്മളെ വില എന്താ, നമ്മളെ ഭാവി എന്താ, നമ്മൾ ചെയ്തു പോയ ദുആകൾ എന്താവും, ഇങ്ങനെയൊക്കെയുള്ള പേടികൾ നമ്മുടെ മനസ്സിലേക്ക് വരും. ഇങ്ങനത്തെ ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ ജസ്റ്റ് നമ്മൾ ഔസു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയാം. അങ്ങനെ എന്തൊരു സാഹചര്യം വന്നാലും നിങ്ങൾ ഓർക്കണം, അല്ലാഹു നിങ്ങളെ കൂടെയുണ്ട്. നിങ്ങളുടെ റബ്ബ് ഒരിക്കലും നിങ്ങളെ കൈവിടില്ല. നിങ്ങൾ മൂസാ നബി അലൈഹിസ്സലാം തങ്ങളെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ. തന്റെ ശത്രുക്കള് പുറകെ വരുന്നു, മുമ്പില് ഒരു കടല്. ആൾക്കാരെല്ലാം പാനിക്കായി പോയി, അവരെല്ലാം പേടിച്ചുപോയി. പക്ഷേ മൂസാ നബി അലൈഹിസ്സലാം തങ്ങള് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, തീർച്ചയായിട്ടും എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട്,
തീർച്ചയായിട്ടും അവൻ എന്നെ നയിക്കുന്നതായിരിക്കും. ഈ ഒരു കാര്യം എന്ന് പറയുന്നത് അത് ഓവർ തിങ്കിങ് അല്ല, അത് തവക്കുലാണ്, അള്ളാഹുലേക്ക് നമ്മൾക്കുള്ള വിശ്വാസം. ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് ഞാൻ ചെയ്തു പോയി തെറ്റായി പോയോ, അല്ലെങ്കിൽ ഞാൻ നഷ്ടപ്പെട്ടോ, ഞാൻ ഈ ഒരു കാര്യത്തിൽ പരാജയപ്പെട്ടോ എന്നുള്ള ചിന്തകളെ കുറിച്ചാണ്. എങ്ങനെ നമുക്ക് ഈ ഒരു ഓവർ തിങ്കിങ് എന്നുള്ളതിനെ തടയാം എന്ന് നോക്കിയാലോ. നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക, എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ കൺട്രോളിലാണ്. ചില കാര്യങ്ങൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതാണ്, പക്ഷെ അള്ളാഹുവിന് കഴിയും. എനിക്ക് നല്ലത് എൻ്റെ റബ്ബ് ചെയ്യുള്ളൂ എന്നുള്ള കാര്യം നമ്മളെ മനസ്സിൽ ഉറപ്പിക്കുക. ഓൾസോ നമ്മൾ പതിയെ പതിയെ നമ്മൾ ദിക്ർ ചെല്ലുക. നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ നിങ്ങളുടെ ദിക്ർ നമ്മൾ പതിയെ ചൊല്ലാൻ തുടങ്ങുക. നമ്മുടെ ഹൃദയം ഒരു തരത്തിൽ ശുദ്ധീകരിക്കുന്ന ഒരു വഴിയാണെന്ന് നമ്മൾ വിചാരിച്ചാൽ മതി. നെക്സ്റ്റ് ആണ് നമ്മൾ വിശ്വാസത്തോടു കൂടെ ഉറങ്ങുക എന്നുള്ളത്. നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അള്ളാഹുൽ ആശ്രയിക്കുമ്പോൾ, സത്യസന്ധമായിട്ട് നമ്മൾ അള്ളാഹുലേക്ക് ആശ്രയിക്കുമ്പോൾ അള്ളാഹു നമുക്ക് നൽകും. അവന് പക്ഷികൾക്ക് എങ്ങനെയാണ് നൽകുന്നത് അതുപോലെ. കാരണം പക്ഷികൾ ഒരിക്കലും ഓവർ തിങ്ക് ചെയ്യാറില്ല. അവരെ എഴുന്നേൽക്കും, എന്നിട്ട് പറക്കും, എന്നിട്ട് അവർ അവർക്കുള്ളത് കണ്ടുപിടിക്കും. അതേപോലെ നമുക്കും പറ്റും. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, നിങ്ങൾ ഒരിക്കലും വീക്കല്ല. നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മോശപ്പെട്ടവരല്ല. നിങ്ങൾ ജസ്റ്റ് എല്ലാ കാര്യങ്ങളിൽ നിന്നും ടയേർഡായിട്ടുള്ളത്. നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സ് ഒരുപാട് കെയർ ചെയ്യുന്നതുകൊണ്ടാണ്. നിങ്ങളുടെ മനസ്സ് പറയുന്ന എല്ലാ കാര്യവും സത്യമാവണമെന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബുണ്ട്, നിങ്ങൾക്ക് അള്ളാഹു ഉണ്ട്. ആൻഡ് ഓൾസോ അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും ഒരു ഞെരുക്കത്തിൽ ഒരു എളുപ്പം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ആ ഒരു എളുപ്പം വരുന്നുണ്ട്. സോ നിങ്ങൾ മുൻകാലത്ത് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഇനി നമ്മളത് ആവർത്തിക്കാണ്ടിരിക്കുക. സോ നിങ്ങൾ ഇവിടം വരെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതാണ്, നിങ്ങൾ ഒരിക്കലും ഒറ്റക്കല്ല, നിങ്ങൾ തകർന്നു പോയിട്ടില്ല. ആൻഡ് ഓൾസോ നിങ്ങൾ ഒരിക്കലും പുറകിലല്ല. ജസ്റ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് പറയാം, അല്ലാഹുവേ എൻ്റെ കാര്യങ്ങളിൽ കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. ജസ്റ്റ് നമ്മൾ അങ്ങനെ ഒന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു സമാധാനം ഫീൽ ചെയ്യും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ആൻഡ് ഓൾസോ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും.